എക്സാം ഒക്കെ ആകുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് പിന്നെ പഠിക്കാൻ തന്നെ കൂട്ടി വെച്ചിട്ട് എക്സാമിൻ്റെ തലേന്ന് ബുക്ക് തുറന്നു നോക്കുമ്പോൾ കിളി പോകുന്നൊരവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും കിട്ടൂല, എനിക്കൊന്നും മാർക്കൊന്നും കിട്ടൂല, ഞാൻ എന്തായാലും ഫെയിലായി പോകുന്നുള്ള ലാക്ക് ഓഫ് കോൺഫിഡൻസും അവിടെ ഉണ്ടാവും. പക്ഷേ ഈ സമയത്ത് ഇരുന്ന് പഠിച്ചിട്ടും നല്ല മാർക്ക് വാങ്ങിയിട്ട് എക്സാമിൽ പാസ്സാകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് മെത്തേഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, കാരണം ഇതിലെല്ലാ ഇമ്പോർട്ടൻറ്റ് നോട്ട്സുകളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായിരിക്കും മിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ലാസ്റ്റ് മിനിറ്റ് ഇരുന്നിട്ടും എക്സാം പഠിച്ചിട്ട് പാസ്സാകാൻ പറ്റുന്നുള്ളതാണ് ഇന്ന് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഞാൻ പറയുന്നത് ഹൈലൈറ്റിംഗ് മെത്തേഡാണ്. അത് എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡാണ് ഹൈലൈറ്റിംഗ് മെത്തേഡ്. അതായത് നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇതുപോലെ ഹൈലൈറ്ററോ അല്ലെങ്കിൽ പെന്നോ പെൻസിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഭാഗങ്ങൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പഠിക്കുന്ന മെത്തേഡാണ് ഈ ഹൈലൈറ്റിംഗ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് എല്ലാ ചാപ്റ്ററും ഓരോ തവണ വായിച്ചിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് ഹൈലൈറ്റർ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അതായത് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ മതി, അല്ലാത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരുപാട് വായിച്ച് സമയം കളയാണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം വായിച്ചിട്ട് അത് മെമ്മറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എന്തായാലും, അതായത് ഈ ഹൈലൈറ്റിംഗ് മെത്തേഡ് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ ടോപ്പിക്കിനൊക്കെ താഴെ വരുന്ന ചെറിയ ഭാഗങ്ങൾ പോയിൻറ്റ്സുകൾ ഉണ്ടാവില്ല, അതൊക്കെ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്താൽ മതി. അതന്നെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ എന്ന് പറയുന്നത് ന്യൂമോണിക്സ് ആണ്. ന്യൂമോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചാറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ വേർഡ്സ് അതായത് സെൻറ്റൻസിൽ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ഇപ്പം ബൈ ദ വേ എന്നുള്ളത് നമ്മൾ BTW എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്യുന്നതിനാണ് ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. അതായത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സിനെ നമ്മൾ ഷോർട്ട് ആക്കി എടുക്കുന്നത്. അതായത് അതിലുള്ള ലെറ്റേഴ്സ് എടുത്തത്, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് വാട്ടർ സൈക്കിൾ എന്നുള്ളൊരു പോർഷനാണ് ഇപ്പോൾ ഞാൻ പഠിക്കുന്നത്. അതിന് താഴെ വരുന്ന ചെറിയ ഈ പോയിൻറ്റ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഞാൻ എഴുതി വെച്ചിട്ട് PCRSET എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനതെങ്ങനെ പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PCR സെറ്റ് വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ PCR സെറ്റ് എന്നുള്ള വേർഡ് എൻ്റെ തലയിൽ തന്നെ ഇങ്ങനെ അവിടെ സ്റ്റോർ ആയിട്ടോ, പെട്ടെന്ന് ചെറിയ വേർഡല്ലേ. അപ്പോൾ ആ ഒരു PCR എന്ന് പറഞ്ഞാൽ P സ്റ്റാൻഡ്സ് ഫോർ എന്നിങ്ങനെ, C സ്റ്റാൻഡ്സ് ഫോർ, R സ്റ്റാൻഡ്സ് ഫോർ എന്നിട്ട് ഇതിൻ്റെ ഓരോ ആ ഒരു വേർഡ്സ് ഉണ്ടല്ലോ അതും ഞാൻ പഠിക്കും. എന്നിട്ട് അത് നന്നായിട്ട് ഞാൻ വായിക്കും. അപ്പോൾ എന്താണ് ഞാൻ ഈ PCR സെറ്റ് എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർത്ത് വെക്കാനേയും പറ്റും കേട്ടോ. അപ്പോൾ ഈ നെക്സ്റ്റ് മാർക്ക് ഇമ്പോർട്ടൻറ്റ്. ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയും ഈ ഒരു ഭാഗം എക്സാമിന് എന്തായാലും വരും കേട്ടോ, മാർക്ക് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. കാരണം ബാക്കിയുള്ള ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊന്നും പഠിച്ച് നമ്മൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ട് അത് ഇരുന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് ഫെയ്മെൻറ്റ് മെത്തേഡാണ്. ഫെയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. അതായത് ഓരോ ഫ്ലാഷ് കാർഡ്സ് എടുക്കുക, അതായത് ഓരോ പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ ഒരു സൈഡിൽ ആ മെയിൻ ടോപ്പിക് എഴുതുക, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ എഴുതുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതുക, ഒരു സൈഡിൽ മറ്റേ സൈഡിൽ ആൻസർ എഴുതുക. അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് ഈ ഫെയ്മെൻറ്റ് മെത്തേഡ്, അതായത് ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെയൊക്കെ സമയത്ത് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കണം, നമുക്ക് ഈ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇതെന്തായിരുന്നു വെച്ചോ, നമ്മളത് ടെക്സ്റ്റ് ബുക്കിൽ തപ്പേണ്ട പകരം നമുക്ക് ഇതുപോലെ ഈ കാർഡിൽ എഴുതി വെച്ചിരുന്നത് ഇത് കാർഡുകൾ എടുത്ത് പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഒരു ഭാഗത്ത് ഇപ്പോൾ ഞാൻ ബയോഡൈവേഴ്സിറ്റി എഴുതിയിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്തൊക്കെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്രിബ്ലിംഗ് മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വായിച്ചു കഴിഞ്ഞാലും നമ്മളെ തലയിൽ കയറാത്ത ഓരോ ഭാഗങ്ങളുണ്ടാവും നമുക്ക് ഓരോ സബ്ജക്റ്റിലും. അപ്പോൾ ആ ഭാഗങ്ങൾ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടത്. അതായത് നമ്മൾ ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ ഇതുപോലെ സ്ക്രിബിൾ ചെയ്യുക, മറ്റേത് കൈ കൊണ്ട് നമ്മളിങ്ങനെ ചാപ്റ്ററിൽ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പോയിന്റ് ചെയ്ത് അതൊന്ന് വായിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് ഓർത്ത് വെക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എനിക്ക് ഇത് എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എഫക്റ്റീവാണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ടീച്ചിങ് മെത്തേഡാണ്. നമ്മളൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കും കുട്ടിക്കാലത്ത്, പക്ഷേ വലിയ കുട്ടികളായിട്ട് നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവാണ്. ചിലവരൊക്കെ ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മളെ കയ്യിലുള്ള ഡോളോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സോ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ടീച്ചറായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മാതിരി നമ്മൾ പഠിക്കാം.
അതായത് ഇപ്പോൾ നമുക്കൊരു ഇതേമാതിരി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എത്ര പഠിച്ചിട്ട് മനസ്സിലാവാത്തൊരു ഭാഗമായിരിക്കും, ടോപ്പിക്കായിരിക്കും. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഡോളിനെ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിനൊക്കെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ ടീച്ചറായിട്ട് അവർ സ്റ്റുഡൻ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവരെ പഠിപ്പിക്കുന്ന പോലെ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും പഠിക്കാൻ പറ്റും, കേൾക്കുന്ന അവർക്ക് ഇനി ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിക്കാനാണല്ലോ മെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവാണ്, കുറേ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. മിററിൽ നോക്കിയിട്ടും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സില്ലി റൈംസ് മെത്തേഡ്. ഇത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള സംഭവമാണ്, പക്ഷേ ചിലരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനത്തെ അതായത് വലിയ ടോപ്പിക്കൊക്കെ ഉണ്ടാവല്ലോ, നമുക്കിങ്ങനെ പഠിച്ച് ഇങ്ങനെ മെമ്മറൈസ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടല്ലോ എത്ര ചെയ്തിട്ടും. പക്ഷേ ആ ഒരു കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ടോപ്പിക്കിലുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു പാട്ടുണ്ടാക്കുക. അതായത് നമ്മൾ മലയാളത്തിൽ പാരഡി സോങ് ഒക്കെ അല്ലേ, അതുപോലെ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കുക. ഫണ്ണി ആയിരിക്കും. നിങ്ങൾ ഉറക്കെ പാടി നടന്നോ, എന്നിട്ട് അതിങ്ങനെ വെറുതെ ഇടയ്ക്കൊക്കെ പാടി നടന്നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് സിനിമയിലെ ഡയലോഗ്, പാട്ടിൻ്റെ ലൈൻസൊക്കെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റില്ല. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനോടുള്ളൊരു ഫോണ്ടോണ്ടാണ്. അപ്പോൾ അതേ കാര്യം നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള പാഠങ്ങൾ നമ്മൾ പാട്ടാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, സോങ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എക്സാമിന് ലാസ്റ്റ് സമയമായി, എനിക്കൊന്നും പഠിച്ചാലും എൻ്റെ തലയിലൊന്നും കയറാൻ പോകുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ ആർക്കും വേണ്ട. ഞാനിതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് കുറഞ്ഞൊരു ഭാഗങ്ങളിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. എല്ലാവർക്കും അതിനുള്ള വിൽ പവർ ഉണ്ട്. ഓൾ യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് ട്രൈ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എക്സാമിൻ്റെ തലയിൽ നിന്നിട്ടും പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി എക്സാമായിട്ട് ഞാൻ എനിക്ക് പഠിക്കാൻ ടൈമില്ല എന്നുള്ള പേടിയിൽ ഇനി പഠിക്കാണ്ടിരിക്കൊന്നും വേണ്ട. ഇതുപോലൊക്കെ ചെയ്തിട്ട് ഒന്ന് പഠിച്ച് നോക്കുക. എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ട് പഠിക്കാനും പറ്റും, എന്താ പറയുക, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ ഫൈനലായിട്ട് ഒരു മെത്തേഡും കൂടി ഞാൻ പറഞ്ഞാലും എല്ലാവരും ചെയ്യുന്നതാണ് ടേക്കിംഗ് നോട്ട്സ് കേട്ടോ. മാറിപ്പോയി. അതായത് ഇതുപോലത്തെ ഒരു കുഞ്ഞു ബുക്ക് എടുത്തിട്ട് അതിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, അതായത് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ബുക്കിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എക്സാമിന് തൊട്ട മുന്നേ നമുക്ക് പെട്ടെന്ന് ബുക്കൊക്കെ എടുത്ത് ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നമുക്ക് വലിയ നോക്കില്ല, അല്ലെങ്കിൽ നോട്ട്ബുക്കൊക്കെ എടുത്ത് നോക്കൽ അത്ര സിമ്പിളല്ല. അപ്പോൾ അതിനേക്കാളും നല്ല ഇതുപോലത്തെ ഈ കുഞ്ഞി നോട്ട്ബുക്കിൽ നമ്മൾ എഴുതി വെക്കണം. ഈ നോട്ട്ബുക്ക് ഒന്ന് ജസ്റ്റ് മറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പെട്ടെന്ന് എന്താ പറയുക, നമ്മൾ പഠിച്ച് വെച്ചതൊക്കെ ഒന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് എഴുതി വെക്കുക. പിന്നെ വേറൊരു കാര്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എഴുതി പഠിക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾ ഓരോ ചാപ്റ്ററും ഒരു 1-2 തവണ വായിക്കുക, എന്നിട്ട് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ആയിട്ട് അതൊന്ന് എഴുതി വെക്കുക. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എക്സാംസൊക്കെ വളരെയധികം സിമ്പിളായിട്ട് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ട് എല്ലാ കുട്ടികളും പാസ്സാവട്ടെ എന്നുള്ളതും കൊണ്ട് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ടോപ്പിക്സും എല്ലാ മെത്തേഡ്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഇനി പഠിച്ചിട്ടില്ല എന്നുള്ള ടെൻഷൻ ആർക്കും വേണ്ട കേട്ടോ. എല്ലാവർക്കും പഠിക്കാൻ പറ്റും, എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ പഠിക്കുമ്പം ഒരു സബ്ജക്റ്റ് തന്നെ ഇരുന്ന് പഠിക്കാണ്ടിരിക്കുക. എല്ലാ സബ്ജക്റ്റിനും ഓരോ ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ട് ആ സമയത്തിനനുസരിച്ച് പഠിക്കുക. ഓരോ ചാപ്റ്ററിനും ഇത്ര സമയം വെച്ചിട്ട് നിങ്ങൾ ടൈമർ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗം കൂടെ കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം, കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് വേണം. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാനും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ.